ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. കൂടി വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ, അതുപോലെ സജ് ഭയ്യ ഓൺ ദ വെയിലാന്ന് പറഞ്ഞത് ഇച്ചിരി ഡിലേ ആയിരുന്നു. അതുപോലെ ഓരോരുത്തരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കാലം നമുക്ക് കൂടി വരുവാൻ പറ്റിയില്ല. ഞാൻ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഹരിദ്വാർ വരെ പോയേക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളാണ് ദൈവം അടിയനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചക്കാലം ഞാൻ ഈവൻ അത് ഒരു മെസ്സേജ് റെക്കോർഡ് വരെ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഈ സപ്പോസ് ലൈവിൽ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് രീതിയിൽ ടെലികാസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ. പക്ഷേ എനിവേ ഞാൻ അത് ഫ്രഷായിട്ട് തന്നെ ദൈവം ഏൽപ്പിച്ച വചനം ഞാനിവിടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ചില കാര്യങ്ങളാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് റോമാലേഖനം 7-ാം അധ്യായം 15 മുതൽ താഴോട്ട് ഞാൻ വളരെ വേഗത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 7-ൻ്റെ 15 മുതൽ താഴോട്ട്. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നവനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഈ വചനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൗലോസിൻ്റെ ടീച്ചിങ്ങിൽ പെട്ട ഒരു കാര്യമാണ്. ഞാൻ അതിനെ പ്രാക്ടിക്കൽ ആംഗിളിലോട്ടാണ് എടുക്കുന്നത്. അതായത് ഒരു 98% വിശ്വാസികളും, അതായത് പ്രോപ്പർ വിശ്വാസികൾ, ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ സ്റ്റാറ്റസിലാണ് ജീവിക്കുന്നത്. നമുക്ക് 8-ാം അധ്യായത്തിൻ്റെ സ്റ്റാറ്റസിലോട്ടാണ് വരേണ്ടത്. പക്ഷേ ഈ 7-നും 8-നും ഇടയ്ക്ക് ഒരു വലിയ ചില ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ വലിയ ചില കാര്യങ്ങൾ നമ്മുടെ സ്പിരിച്വലായിട്ട് നമ്മളിൽ ചില ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചാൽ മാത്രമേ 7-ൻ്റെ സ്റ്റാറ്റസിൽ നിന്ന് 8-ൻ്റെ സ്റ്റാറ്റസിലോട്ട് നമ്മൾ വരത്തുള്ളൂ. ഇനി നമ്മളത് പ്രാക്ടിക്കലി നമ്മൾ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു 15-ാം വാക്യത്തിൽ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഇനിയും 17-ാം വാക്യത്തിൽ, ആകിയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അതായത് പ്രാക്ടിക്കലി നമ്മൾ പറഞ്ഞാൽ, നമ്മളൊരു നല്ല വിശ്വാസി, നല്ല ദൈവ പൈതൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആത്മാവിൻ്റെ ഒരു സിസ്റ്റത്തിലാണെന്ന് നമ്മൾ ആ ഒരു അവസ്ഥയിലുള്ള വ്യക്തി ജീവിതങ്ങൾ, അതായത് നമ്മൾ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വചനം അനുഷ്ഠിച്ച് ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആണെന്ന് കൂട്ടിക്കോ. അങ്ങനെ നമ്മൾ തീരുമാനിച്ചിങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു സാഹചര്യം വന്ന്, പെട്ടെന്ന് ഈ പറഞ്ഞ ജസ്റ്റ് വേണ്ട പിള്ളേരൊരു വഴക്കുണ്ടാക്കി, നമ്മൾ എല്ലാം മറന്ന് ചിലപ്പോൾ ദേഷ്യപ്പെടൂലേ? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ കേട്ടു, നമ്മൾ അതുവരെ നമ്മൾ ആത്മീയമായി റെഡിയാക്കി വെച്ചതൊക്കെ പോകാൻ അത് മതിയാകില്ലേ? അപ്പോൾ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഈ സ്റ്റാറ്റസ്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് പാപം ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അറിയാതെ പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നു, അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചു പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, എങ്ങനെ വീണുപോയെന്ന്, അല്ലെങ്കിൽ എങ്ങനെ ആ മിസ്റ്റേക്ക് വന്നു പോയെന്ന് പോലും അറിയാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ?
ഇനി നമ്മളത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് അത് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ 19 വാക്യം മുതൽ താഴോട്ട് വായിക്കുകയാണെങ്കിൽ, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടെസ്റ്റിൽ, നമ്മുടെ പ്രാക്ടിക്കൽ കോണ്ടെസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ദേഷ്യപ്പെടേണ്ട എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ദേഷ്യപ്പെട്ടു പോകും. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നുണ പറയണ്ട എന്ന് വിചാരിച്ചാലും നുണ പറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന സ്റ്റാറ്റസ്, ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു, നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിട്ടല്ല, തന്നെ ചെയ്തു പോകുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇവിടെ അടുത്ത കുറച്ച് താഴോട്ട് എഴുതുമ്പോൾ എന്താണ് നമ്മൾ വായിക്കുന്നത്? അതായത്, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതായത് കുറച്ചുകൂടെ നമ്മൾ പ്രാക്ടിക്കലി ഫ്രാങ്കായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ അവയവങ്ങൾ, അല്ലെങ്കിൽ കണ്ണ്, മൂക്ക്, നാക്ക്, അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി, ശാരീരികമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ടെംപ്റ്റ് ആകുന്നു, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ചില സന്ദർഭങ്ങളിൽ വളരെ വയലൻ്റ് ആയിട്ട് ഇടപെടുന്നു. ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ സത്യത്തിനും നീതിക്കും നിരക്കാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ ഈ വചനങ്ങളിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ വചനം നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വളരെ കറക്റ്റായിട്ടാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. അതായത് നമുക്കിതൊന്നും ചെയ്യണമെന്നൊരു താല്പര്യം ഇല്ല, പക്ഷേ സാഹചര്യങ്ങൾ വന്നു പോകുന്നു, അങ്ങനെ നമ്മൾ ചെയ്യുന്നു. അതാണ് ഇവിടെ പൗലോസ് എഴുതിയേക്കുന്ന വളരെ വളരെ വ്യക്തമായ, അല്ലെങ്കിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് അതിനുശേഷം എഴുതിയേക്കുന്ന വാക്യങ്ങളാണ്. അതായത് ഇവിടെ ഇങ്ങനെ, അതായത് ഫസ്റ്റ് 23-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബന്ധനാക്കി കളയുന്നു. അപ്പോൾ അവിടെ തന്നെ പൗലോസ് എഴുതിയിട്ടുണ്ട്, ഇത് ശരിയല്ല, അതായത് ഇത് പാപത്തിന്റെ പ്രമാണമാണ്, ഇത് നമ്മളെ ബന്ധനാക്കി കളയുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിന് എതിരായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നു എങ്കിലും അത് ഓക്കെ എന്ന് പൗലോസ് പറയുന്നില്ല അവിടെ. കാരണം ഇവിടെ അടുത്ത വാക്യം കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നു, 24-ാം വാക്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യക്തി, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ പാപം ചെയ്യണമെന്ന് ഒരു താല്പര്യവുമില്ല, പക്ഷെ പാപം വന്നു പോകുന്നു, അറിയാതെ തന്നെ വന്നു പോകുന്നു, അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കുന്നു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് മരണ കാരണമാണ്, മരണത്തിന് അധീനം. കാരണം വെച്ചാൽ ഇത് നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ സിസ്റ്റത്തിലല്ല. കാരണം വെച്ചാൽ അത് കുറച്ചുകൂടെ അത് വ്യക്തമായി എഴുതിയിരിക്കുന്നത് 8-ാം വാക്യത്തിലാണ്. അതുകൊണ്ട് 8-ാം വാക്യം കൂടും, 8-ാം അധ്യായത്തിലെ കുറച്ച് വാക്യങ്ങളോടും ഞാൻ വായിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാൻ ചില ബൈബിളിലൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഹു ഡു നോട്ട് വാക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ബട്ട് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് എന്നുള്ള കാര്യം കൂടെ അവിടെ ഉണ്ട്. അത് ചില ബൈബിളിൽ നിന്ന് ഇപ്പോൾ എടുത്ത് മാറിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കാണാം. ഗ്രീക്ക് ബൈബിളിൽ നോക്കിയാൽ അത് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അത് ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് തന്നെ എന്നും കൂടെ നമ്മൾ അവിടെ ഉള്ളതാണ്. അല്ലെങ്കിൽ ചില ബൈബിളിൽ അവിടെ ഉള്ളതാണ്, ചില ബൈബിളിൽ അത് കാണുന്നില്ല. അതിൻ്റെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ അത് ഞാൻ ഫർദറായിട്ട് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ ചില ബൈബിളിലുണ്ട്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആശയമാണ്. അതിൻ്റെ കാര്യം ഞാൻ ഉടൻ തന്നെ പറയാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം
എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ വാക്യം ഒന്ന് ശരിക്കും ആഴത്തിലൊന്ന് നോക്കിയേ. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അവയവങ്ങളിൽ പാപപ്രമാണം ഉണ്ട്. അത് നമ്മുടെ അവയവങ്ങളെയും നമ്മളെയൊക്കെ ബദ്ധനാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പേര് പൗലോസ് ഇട്ടേക്കുന്നത് മരണത്തിൻ്റെ പ്രമാണം എന്നാണ്. അതായത് നമ്മൾ അറിയാതെ, നമ്മൾ താല്പര്യമില്ലാതെ ഇച്ഛിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കാൻ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് ജീവിക്കാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു പാപത്തിൻ്റെ പ്രമാണം നമ്മളെ തെറ്റിക്കുന്നു എന്നാണ് 7-ാം അധ്യായത്തിൽ പൗലോസ് വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പക്ഷേ 8-ാം അധ്യായത്തിൽ വന്നപ്പോൾ കാര്യം നേരെ തിരിഞ്ഞു എന്ന് പറയാൻ കാരണം ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നൊരു സാധനമുണ്ട്. ഓക്കെ, അതും 7-ാം അധ്യായത്തിൽ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. 7-ാം അധ്യായത്തിൽ ശരീരത്തിൻ്റെ ബലഹീനതയെക്കുറിച്ച് വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് 8-ാം അധ്യായത്തിൽ പുതിയൊരു കാര്യം പൗലോസ് വളരെ കറക്റ്റായിട്ട് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നു. അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത്, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതായത് ശരിക്കും ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൗലോസിന്റെ ഇവിടുത്തെ എഴുതിയിരിക്കുന്ന ഭാഷയനുസരിച്ച് ഈ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നുള്ള പ്രമാണമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മിസ്റ്റേക്കിൽ പോലും തെറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നതാണ്. സ്വാതന്ത്ര്യം കേട്ടിട്ട് പിന്നെ നമ്മൾ ബദ്ധരായിട്ടിട്ടുണ്ടോ? ഒന്നിൽ ബദ്ധത, അല്ലെങ്കിൽ ഒന്നിൽ ബന്ധനം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. ഇവിടെ പൗലോസ് പറയുന്നത് ഒരു ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നുള്ളൊരു സാധനമുണ്ട്. അത് കിട്ടിയ, അത് ശരിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന അവയവങ്ങളിൽ വ്യാപരിക്കുന്ന അതിൻ്റെ ബന്ധനം ഇല്ലാന്നേ, അതിനുള്ള പരിപൂർണ ഒരു ഫ്രീഡം ഉണ്ടെന്ന് പൗലോസ് പറയുന്നു. പക്ഷേ ഡു വി റിയലി ഹാവ് ഇറ്റ്? ശരിക്കും അതുണ്ടോ? അപ്പോൾ ശരിക്കും അതില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു 98% ആൾക്കാരും ഈ പറഞ്ഞ 7-ാം അധ്യായത്തിലാണ്, 7-ാം അധ്യായത്തിന്റെ അവസ്ഥയിലാണ്. അതായത് ശരിക്കും ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപപ്രമാണത്തെ സൂപ്പർസീഡ് ചെയ്ത്, അല്ലെങ്കിൽ ആ പാപപ്രമാണത്തിനെ പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യം വരുത്തി ആൾ ട്രാൻസ്ഫോം ആയിട്ടുണ്ടോ? ഒന്നീ പൗലോസ് തെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റ്. അപ്പൊ ഈ പലപ്പോഴും ഈ കാര്യത്തിൽ ഈ പറഞ്ഞ മാതിരി ഈ ആൾക്കാർ ഇത് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാതെ ചിലപ്പോൾ ആൾക്കാർ ഇതിനെ വചനത്തെ കോട്ടിക്കളയും. ഈ പൗലോസ് ഇതിനകത്ത് ഒരു അർത്ഥത്തിന് ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് വളരെ അതിഭീകരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ 8-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിലൊക്കെ എഴുതിയേക്കുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പൊ ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് ഈ പറഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞ ശരീരത്തിന്റെ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യത്തെ മരിപ്പിക്കാൻ പറ്റും എന്നാ പൗലോസ് എഴുതിയേക്കണം കേട്ടോ. അതേപോലെ ഇവിടെ ഇതുപോലത്തെ ഈ മിസ്റ്റേക്കുകൾ, ഇതുപോലത്തെ ഈ ബന്ധനം പിടിച്ച, അല്ലെങ്കിൽ ഈ മരണത്തിന് യോഗ്യമായ ശരീരത്തിന് പരിപൂർണ സ്വാതന്ത്ര്യം വരുത്തി ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റും എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. പക്ഷെ ഡു വി റിയലി ഹാവ് ഇറ്റ്? അപ്പൊ എന്താ പ്രശ്നം? പൗലോസ് പറഞ്ഞത് വെറും കഥയാണോ, അല്ലയോ ഇത് നടക്കാൻ പോണില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണോ? പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് വ്യക്തമായ ചില കാര്യങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ 7-ാം അധ്യായത്തിൽ പറയുന്ന ആത്മാവുണ്ട്, പക്ഷെ ആത്മാവ് ഈ ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ ജഡത്തിൻ്റെയോ അല്ലെങ്കിൽ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപപ്രമാണത്തിൽ നിന്ന് ഫ്രീഡം വരുത്തുന്നത് എങ്ങനെയെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ
വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. കാരണം വെച്ചാൽ അതിലാണ് മിക്കവാറും എല്ലാവരും വീണ് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറയും, എന്നിട്ട് ദൈവത്തോട് പിന്നെയും നമ്മൾ ദൈവത്തോട് ഏറ്റു പറയും. അതായത് നമ്മൾ മിസ്റ്റേക്ക് ചെയ്യും, എന്നിട്ട് പിന്നെ ഏറ്റു പറയും, മിസ്റ്റേക്ക് ചെയ്യും, പിന്നെ ഏറ്റു പറയും, അങ്ങനെ 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 റിപ്പീറ്റ് അടിച്ച്. പക്ഷെ അത് മരിച്ച ഒരു സാധനമാണെങ്കിൽ പിന്നെ വരൂല. സ്വാതന്ത്ര്യം കിട്ടിയ സാധനമാണെങ്കിൽ അങ്ങനെ വരൂല. അപ്പം നമുക്ക് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥമായ ഈ ആത്മാവിൻ്റെ നിലവാരത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ആ രീതിയും വ്യത്യാസമുണ്ട്. അതോ ഇനി പൗലോസിന് തെറ്റുപറ്റിയോ? അതോ നമ്മളൊക്കെ അതായത് ഒരു ഭൂരിപക്ഷം ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് പോലെ മനുഷ്യനാണ്, ജഡത്തിലൊക്കെ ഇപ്പോൾ ചില മിസ്റ്റേക്ക് വരും, അപ്പോൾ അങ്ങനെ അതുണ്ടാവും, മരണം വരെ ഉണ്ടാവും. പക്ഷെ പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞ വാക്ക് തെറ്റല്ലേ? ആത്മാവിനെ ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കുന്ന എഴുതിയേക്കണേ. പകരം ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ മരിപ്പിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. യഥാർത്ഥമായി ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് നമ്മുടെ ഈ പറഞ്ഞ മരണത്തിന്റെയും പാപത്തിന്റെയും ഒക്കെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്താൻ പറ്റുമെന്ന് എഴുതിയിരിക്കുന്നു. ഈസ് ഇറ്റ് ട്രൂ? അത് സത്യമാണോ? ഇത് സത്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഇതിനകത്തൊരു സ്വിച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് പക്ഷേ ഈ റോമാലേഖനത്തിന് സ്റ്റാറ്റസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതായത് ഇതിങ്ങനെ 7-ാം അധ്യായത്തിൽ ഇത് ജഡത്തിൻ്റെതായ സിസ്റ്റം ഇങ്ങനെയാണ്, 8-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ വരുന്നു എന്ന് എഴുതിയിട്ടില്ല. എങ്ങനെയാണ് ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ അവസ്ഥയിലോട്ട് ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് എത്തിപ്പെടാൻ പറ്റുന്നു എന്ന് പൗലോസ് എഴുതിയിട്ടില്ല. അത് വേറെ ചില ഭാഗങ്ങളിലൊക്കെയാണ് കിടക്കുന്നത്. അല്ലേ? അതിനകത്ത് വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ, വന്നു കഴിഞ്ഞാലുള്ള സിസ്റ്റങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ പുള്ളി എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ വരുന്നു എന്ന് എഴുതിയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ചില വചന സത്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലോട്ട് ഒന്നുകൂടെ പോകേണ്ടതുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നമ്മൾ ഈ പത്രോസുമായിട്ടുള്ള കോൺവെർസേഷനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ വേറൊരു ആംഗിളിൽ, അല്ലെങ്കിൽ വേറെ ചില അക്കാദമിക് ആയിട്ടുള്ള ആംഗിളിൽ അത് പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ 16-ാം അധ്യായത്തില് ആ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പത്രോസ് എന്ന പാറ കഷ്ണം. അപ്പോൾ നമ്മളോടൊക്കെ ഓരോരുത്തരോടും പറയാണ്, നീ പാറ കഷ്ണമാണോ, അല്ലെങ്കിൽ ആ പാറ കഷ്ണം ആണ് എന്നുള്ള ഒരു റെവലേഷൻ നമുക്ക് കിട്ടിയ വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ യേശു ദൈവം എന്നുള്ള റെവലേഷനും, ഞാൻ ആ ദൈവരാജ്യത്തിൻ്റെ കോളിലാണ്, വിളിക്കപ്പെട്ട ഒരാളാണ്, എനിക്ക് അതിനകത്ത് പങ്കുണ്ട്, എനിക്ക് അതിനകത്ത് ആമേൻ ഹല്ലേലൂയ പാർട്ടേക്കർ ആകാൻ പറ്റുമെന്ന് ശരിക്കും നമ്മളെ അറിയിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പക്ഷെ അങ്ങനെ പ്രവർത്തിച്ച വ്യക്തി, ആമേൻ, അങ്ങനെ ശരിക്കും വിശ്വസിക്കുന്ന വ്യക്തി ഇവിടെ വളരെ ശ്രദ്ധിച്ച് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ ഉണ്ട്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ, ഇപ്പോൾ 7-ാം അധ്യായത്തിൽ പറയുന്ന നോർമൽ ആയിട്ടുള്ള ലൈഫ്, അതായത് നമുക്ക് വിശ്വാസമുണ്ട്, ദൈവമുണ്ട്, ആത്മാവൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പിന്നെയും മിസ്റ്റേക്ക് ചെയ്യുന്നു. പക്ഷെ 8-ാം അധ്യായത്തിൽ അങ്ങനല്ല, ഒരു ഡെലിവറൻസ് പ്രാപിച്ച ഒരു വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ഒരു അവസ്ഥയാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വിച്ചിങ് ആണ്, അതിൻ്റെ അങ്ങോട്ട് മാറുന്ന ഒരു രീതിയാണ് നമ്മൾ ശരിക്കും പഠിക്കാനുള്ളത്. അതിനകത്ത് ഒന്നാമത്തെ ഘടകം ശരിക്കും പറഞ്ഞാൽ യേശു ദൈവം എന്നുള്ള നമ്മുടെ ശരിക്കുള്ള റെവലേഷൻ, അത് നമുക്ക് കിട്ടണം. ശരിക്കും ദൈവപുത്രനാണ്, ദൈവമാണ്, എൻ്റെ രക്ഷകനാണ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരണം, ആത്മാവിൽ വരണം. അങ്ങനെ വന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക്, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞ പോലെ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ദൈവം നമ്മുടെ കയ്യിലോട്ടാണ് തരുന്നത്. അങ്ങനെ വ്യക്തമായ ധാരണയുള്ള വ്യക്തി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ അല്ല താക്കോൽ, നമ്മുടെ കയ്യിലെ താക്കോൽ. ഇറ്റ് ഈസ് ഇൻ അവർ ഹാൻഡ്. അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. മത്തായി സുവിശേഷം 16-19 വായിക്കുന്നത്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യാതെ അടുത്ത പൊസിഷൻ അല്ലെങ്കിൽ അടുത്ത പോയിന്റോട് നമുക്ക് ഫർദറായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത്
നമ്മൾ ശരിക്കും യേശുവിനാൽ വിളിക്കപ്പെട്ട നിത്യരാജ്യത്തിലെ കല്ലുകളായി സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന, നമ്മളെ ചുറ്റിയിരിക്കുന്ന വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ നാളുകളായിട്ടോ നമ്മൾ അടിമപ്പെട്ടിരിക്കുന്ന പലവിധമായ കാര്യങ്ങൾ സാത്താൻ നമ്മുടെ മുന്നിലും സാത്താൻ നമ്മളിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്പർ 1 സ്റ്റെപ്പ് ഇത് നമ്മൾ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിക്കുന്ന ഇതാണ് പറയണത്. യേശുവിന്റെ നാമത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ അന്ധകാര ശക്തിയെ സ്റ്റോപ്പ് ചെയ്യണം. 2, അന്ധകാര ശക്തി ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ അഴിച്ചു മാറ്റണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക്, അതായത് നമ്മൾ ശരിക്കും പക്കയാകുന്നതിന് മുമ്പേ തന്നെ ദൈവം തന്നിരിക്കുന്ന അധികാരമാണ്. അധികാരം പക്ഷെ ഉപയോഗിച്ചിരിക്കണം. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ആരും വന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരില്ല. ഇത് നമ്മൾ തന്നെ ചെയ്യണം. കാരണം വെച്ചാൽ അവിടെ മുതലാണ് ഈ സാത്താനുമായിട്ട് നമ്മൾ സാത്താനെ നിന്റെ പരിപാടി എനിക്ക് പറ്റത്തില്ല, സാത്താനെ നിന്റെ ഒരു സ്വഭാവം എനിക്ക് വേണ്ട, നിന്റെ ഇടപാട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സംഭവമാണ് അവിടെ മുതൽ. അത് നമ്മൾ ചെയ്യണം. അതല്ലാതെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുമെന്ന് വിചാരിക്കരുത്. എനിക്ക് ഇന്ന മിസ്റ്റേക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാത്താൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്ത മേഖലയിലായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഏത് സഭയായിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, അവിടെ ഒരു സാത്താനും പാടില്ല. ഒരു സാത്താനെ യേശുവിന്റെ നാമത്തിൽ അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ കൽപ്പിക്കണം, കമാൻഡ് ചെയ്യണം. താക്കോലാണ് യേശുവിന്റെ നാമത്തിൽ. അത് വിശ്വാസത്തോടെ കമാൻഡ് ചെയ്താൽ നടക്കും. അതിന് ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ട്. അത് വേറെ തമാശയല്ല. അത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ അടുത്ത ലെവലിലോട്ട് അപ്ലിഫ്റ്റ് ആകുന്ന ഒരു സിസ്റ്റമാണ്. അത് ചെയ്തില്ലെങ്കിൽ പത്രോസിന് പറ്റിയതുപോലെ പറ്റും. നമുക്കറിയാലോ അവിടെ നടന്ന സംഭവം. പത്രോസ് ഫെയിലായിപ്പോയി, അല്ലെങ്കിൽ പത്രോസ് അവിടെ വീണു പോകുന്നു. അപ്പോൾ ദൈവത്തിന്റെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റോമാലേഖനം 7-ാം അധ്യായത്തിലെ ആ ജഡത്തിന്റെ ബലഹീനതയിൽ ഇങ്ങനെ ജീവിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ പാപം ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഒരു വിജയകരമായ ക്രിസ്ത്യൻ ലൈഫിന്റെ ഒരു രീതിയിലോട്ട് മാറുന്ന വിധമാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ താക്കോൽ ഉപയോഗിക്കുക എന്നുള്ള സിസ്റ്റമാണ്. അതായത് സാത്താൻ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളോ ജീവിത മണ്ഡലത്തിലോ വേണ്ട, സ്റ്റോപ്പ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത് ദൈവം വന്ന് ചെയ്യില്ല. ദൈവം താക്കോൽ നമുക്ക് അധികാരം തന്നു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയണേ. നമ്മളത് ചെയ്തിരിക്കണം, പക്ഷെ അത് നമ്മൾ ചെയ്യണം. അപ്പം അതിനകത്തൊരു ടെക്നിക്കൽ വശമുണ്ട്. അതായത് സപ്പോസ് ഈ ദൈവം സാത്താനെ നമ്മുടെ പ്രത്യേക പെർമിഷൻ ഇല്ലാതെ, നമ്മുടെ താല്പര്യം ഇല്ലാതെ മാറ്റിന്ന് ഓർത്തോ. സാത്താനെ പിടിച്ചു മാറ്റി, സാത്താനെ അങ്ങ് മാറ്റി നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുവാന്ന് വെച്ചോ. അങ്ങനെയെങ്കിൽ ശരിക്കും പറഞ്ഞ ഈ ക്രിസ്ത്യാനിറ്റിയിലോട്ട് നമ്മളെ കൊണ്ടുവരുന്ന സിസ്റ്റം തന്നെ ഒരു ബയാസ്ഡായ, അല്ലെങ്കിൽ എന്താണ് പറയണേ, ദൈവം ബലം പ്രയോഗിച്ച് നമ്മളെ നല്ലവനാക്കുന്ന രീതിയിലായി വരൂലേ. അതായത് അതായത് എനിക്ക് യേശുവിനെ മതി, സാത്താനെ വേണ്ട എന്ന് പറയുന്ന കാര്യം ആര് ചെയ്യണം? നമ്മൾ ചെയ്യണം. അത് ദൈവം ചെയ്താലുള്ള കുഴപ്പം എന്താ? സാത്താൻ എന്ത് ദൈവത്തോട് പറയും? ഇയ്യോബിന്റെ കാര്യത്തിൽ സാത്താൻ വാദിച്ച നമുക്കറിയാലോ. അപ്പൊ സപ്പോസ് നമ്മൾ ഈ കാര്യം അറിയാതെ ഈ പറഞ്ഞ, അതായത് നമ്മൾ ഒരു വിശ്വാസത്തിലായി, ആ വിശ്വാസത്തിലായ വ്യക്തിയുടെ അവന്റെ ജീവിതത്തിലും അവന്റെ ഇടപാടിലും ഇഷ്ടംപോലെ സാത്താന്റെ ഇടപാടുണ്ട്. പക്ഷെ അവനായിട്ട് അതിനെ പുറത്താക്കണം എന്നാണ് ദൈവത്തിന്റെ സിസ്റ്റം. പക്ഷെ ഇത് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നില്ല. ദൈവം തന്നെ എനിക്കത് ആഴത്തിൽ മനസ്സിലാക്കി തന്നപ്പോൾ അതിനകത്ത് അതിന്റെ കണ്ടന്റ് മനസ്സിലായത്. സപ്പോസ് ദൈവം തന്നെ മാറ്റുവാണെങ്കിൽ എന്താ പ്രശ്നം? അതായത് സാത്താൻ മാറിയ പിന്നെ നമ്മൾ പാപത്തിൽ പെടുന്നില്ല, അല്ലെങ്കിൽ അപ്പൊ ആ ഒരു വീക്ക്നെസ്സിലോട്ട് വരുന്നില്ല. പക്ഷെ ദൈവം മാറ്റിയ പ്രശ്നം എന്താ? സാത്താൻ എന്ത് ദൈവത്തോട് പറയും? നീ മാറ്റിയില്ല, അതുകൊണ്ടല്ലേ അവൻ നല്ലവനായത്. വെരി സിമ്പിൾ. നീ അവനെ, അതായത് എനിക്ക് പ്രവർത്തിക്കാൻ നീ അനുവാദം തരുന്നില്ല, ഞാൻ ഒന്ന് പ്രവർത്തിക്കില്ല, അപ്പം കാണാം. അതുകൊണ്ടാണ് നമ്മൾ വിജയകരമായ ക്രിസ്ത്യൻ ലൈഫിൽ ഒന്നാമത്തെ പടി താക്കോൽ ഉപയോഗിക്കലാണ്. സാത്താനെ പുറത്താക്കിയേ പറ്റൂ, സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ, കയറി നിറങ്ങാൻ അനുവദിക്കില്ലേ. നമ്മുടെ കമാൻഡിലാണ്, നമ്മുടെ അധികാര പരിധിയിലാണ്. അത് നമ്മൾ ചെയ്യണം. ഇത് ഓരോ വ്യക്തികളെയും കുഞ്ഞുങ്ങളെയൊക്കെ ഇത് പഠിപ്പിക്കണം. ഇത് ഭയങ്കര മസ്റ്റാണ്. എനിക്കത് പ്രാക്ടിക്കലി അത് ഫീൽ ചെയ്തപ്പോൾ ഭയങ്കര പവർഫുള്ളായ ഒരു കാര്യമായിട്ട് തോന്നി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.
സെക്കൻഡ് സ്റ്റെപ്പ്, അടുത്ത പടി, അതായത് നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റോമാലേഖനം 7 നിന്ന് 8 ഒരു സ്വിച്ചിങ് ആണ്. അടുത്ത അണ്ടർസ്റ്റാൻഡിങ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ അതിൻ്റെ ആ കാര്യങ്ങൾ കിടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ ശരിക്കും അവിടെ എന്താ പറയണേ? തുടക്കത്തിൽ തന്നെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഓക്കെ, ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ യേശു നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ എന്തെങ്കിലും ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് പൈസ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചു കൊടുക്കുന്ന സമയമായി, കടം മേടിച്ച് അത് കൊടുക്കാൻ പറ്റിയില്ല, പൈസ കിട്ടിയില്ല, ഹൃദയം കലങ്ങുമായിരിക്കും. ഓഫ് കോഴ്സ് കലങ്ങും. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പെട്ടെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കാണാതെ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു, ഹൃദയം കലങ്ങുമായിരിക്കും. പക്ഷെ ഇവിടെ യേശു പറയുന്ന ഹൃദയത്തിൻ്റെ കലങ്ങളുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് പറയാ, നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസ്ഥ ഒരു നിത്യജീവനാണ്, ഒരു നിത്യതയുണ്ട്. അവിടെ നിങ്ങൾക്കൊരു പ്ലേസ് ഉണ്ട്. ഹല്ലേലൂയ. ആ പ്ലേസ് ഉറപ്പാണ്. ഹല്ലേലൂയ. ആ പ്ലേസ് ഉറപ്പാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം കലങ്ങേണ്ട ആവശ്യമില്ല. ആമേൻ. ഇങ്ങനെ പറയുമ്പം നമുക്ക് അങ്ങോട്ട് ദഹിക്കാൻ പാടായിരിക്കും. കാരണം യേശു പറഞ്ഞതിൻ്റെ ആശയം അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രോമിസാണ് ദൈവം ഇവിടെ തന്നേക്കുന്നത്. അതായത് ഹൃദയം കലങ്ങണ്ട. ഇപ്പം നമുക്കിപ്പം പൈസയുടെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ കുറച്ച് ആൾക്കാർ പൈസ തന്നാ ഓക്കെ, നമ്മുടെ ഹൃദയം സന്തോഷിക്കുമായിരിക്കും. അതെ, ഞാൻ നിങ്ങളുടെ പൈസ തന്ന, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇത്രയും പൈസ തന്നേക്കാം, സന്തോഷിക്കുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലിയുടെ പ്രശ്നമുണ്ട്, ഓക്കെ, ഞാൻ നല്ല ജോലി തരാം, സന്തോഷിക്കുമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഒരു കുറച്ചുകൂടെ അടുത്ത ലെവലിലോട്ട് പറഞ്ഞ ഒരു മനുഷ്യനും നിന്റെ അസുഖം ഞാനങ്ങ് മാറ്റിയേക്കാന്ന് പറയുമോ? ശരിക്കും ഏതെങ്കിലും മനുഷ്യന് ഏതെങ്കിലും ഡോക്ടർക്ക് പറ്റുമോ? പ്രോപ്പർലി പറ്റത്തില്ല. ഓക്കെ, ഇനി ഒരു മനുഷ്യന് മരണകരമായ അവസ്ഥയിൽ മരിക്കാൻ പോവുക, ഏതെങ്കിലും ഒരു മനുഷ്യന് വന്നിട്ട് പറയാൻ പറ്റുമോ, ഞാൻ നിനക്ക് ജീവനെ തരാം? പറ്റത്തില്ലല്ലോ. അപ്പോൾ ഹൃദയം സന്തോഷിക്കുമോ? അതായത് നമുക്ക് ഹൃദയം സന്തോഷിക്കാൻ നമ്മൾ ഈ പറയുന്ന ചിന്താഗതിയിലൊക്കെ ഈ വളരെ ലിമിറ്റഡ് ആയ ചെറിയ ചെറിയ ചില്ല് കേസുകളാണ് നമ്മൾ വലിയ സംഭവമായിട്ട് കൂട്ടണേ. ഞാൻ പറയുന്നത്, അതായത് ഒരാൾ മരണിക്കാൻ കിടക്കുക, ലോകത്തിലെ ഏതെങ്കിലും ശക്തിക്ക് ഞാൻ നിനക്ക് ജീവൻ തരാമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഒറ്റ ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിനെ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ ആഭിഹിതമാണെങ്കിൽ ദൈവം തരും, അല്ലെങ്കിൽ വേണ്ട. എന്നാലും സ്റ്റിൽ അവൻ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ഡോണ്ട് വറി, ഹൃദയം കലങ്ങി പോണ്ട. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ പലപ്പോഴും ഈ ഭൂമിയിൽ പല കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ദൈവനോട് ശക്തമായി മനസ്സിലാക്കിപ്പിച്ചൊരു കാര്യമാണ്. അതായത് മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ അല്ലെങ്കിൽ താലന്തുകളുടെ 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്, ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു താലന്ത് കിട്ടിയവനെ ഈ ദൈവം പിടിച്ച് അല്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലോട്ട് തള്ളിക്കളയുന്ന ആ ഒരു സന്ദർഭത്തിലും അതിന് മുമ്പേ ആയിട്ട് ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്, എന്നാൽ നിനക്ക് ഈ പൈസ അല്ലെങ്കിൽ നിനക്ക് ഈ സംഭവം കൊണ്ട് പൊൻപാണിവക്കാരെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നോ? അപ്പോൾ അത് സ്പിരിച്വൽ ഒന്നും അല്ല, ഈ ലോകത്തിൻ്റെ ടാസ്ക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തോട്ട് പോകും, അതായത് നിത്യനരകത്തിലോട്ട് പോകുന്നതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ശക്തമായിട്ട് തോന്നി. അതായത് നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ച ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ പ്രോപ്പറായിട്ടൊക്കെ ചെയ്തില്ലെങ്കിൽ അത് സാരമില്ല, അതങ്ങ് പോട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും ചെയ്യാം. നോ 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 നോ. ഈ വചനം അനുസരിച്ച് നമ്മൾ ഭയങ്കര മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. രാജ്യം നഷ്ടപ്പെടുന്ന മിസ്റ്റേക്കാണത്. കാരണം അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്,
യെസ്, വല്ല ബിസിനസ്സുകാരെ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അവരത് നന്നായിട്ട് ചെയ്തു തരാമല്ലോ എന്നാണ് യേശു പറയണേ. എന്നിട്ട് പിടിച്ച് തള്ളിക്കളഞ്ഞതോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടില്. കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലം. അപ്പോ അവിടെ തന്നെ നമ്മൾ ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഈ നമ്മൾ ഓർക്കും ഈ ഭൂമിയിൽ മാത്രമാണ് നമുക്ക് ടാസ്ക് ഉള്ളതെന്ന്. അവിടെ എന്താ എഴുതിയേക്കണെ ശരിക്കും? ഈ യജമാനന്റെ സന്തോഷത്തിലോട്ട് നിങ്ങൾക്ക് ആ വചനങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എടുത്തു വായിക്കാതെ. നമുക്ക് സമയവുമില്ല. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നാണ് പറയുന്നത്. അവിടെ വീട്ടിൽ പോയി നോക്കിയാൽ മതി. യജമാനന്റെ സന്തോഷത്തിലോട്ട് പ്രവേശിക്കാൻ ഈ 5 താലന്ത് ഉണ്ടാക്കിയവനും 2 താലന്ത് പിന്നെയും കണ്ടെത്തിയവനും പറ്റി. അപ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാ. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിൽ വിചാരകനാക്കും പറഞ്ഞിട്ടില്ലേ? അപ്പോ അത് അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഇവിടുത്തെ ഈ ഭൂമിയിലെ അസൈൻമെന്റ് കഴിഞ്ഞാലും നമുക്ക് ടാസ്ക് ഉണ്ട്. അതായത് അതിപ്പോ കിട്ടിയതിനേക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ലോ, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് നീ അധികത്തിൽ വിചാരകനാക്കും. അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞോ? അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റി വിശ്വസ്തനല്ലാത്ത ഒരാൾക്ക് ഉറപ്പാണ് സ്വർഗത്തിൽ കിട്ടത്തില്ല. കാരണം അവിടെ ചെന്നാൽ ഇത് തന്നെ പണി. അവിടെ ചെന്നാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമുക്ക് ഏൽപ്പിക്കുന്ന ഓരോ ഉത്തരവാദിത്തം സില്ലിയായിട്ട് കണക്കാകരുത്. ഓരോ ഓപ്പർച്യൂണിറ്റിനെയും ഓരോ കാര്യത്തെയും നമ്മൾ അതിനെ വളരെ വ്യക്തമായി വിശ്വസ്തയോടെ കൈകാര്യം ചെയ്തേ പറ്റൂ. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ സ്റ്റാറ്റസിലോട്ട് വരേണ്ടതുണ്ട്. ഞാനത് അത് പറയാം. അപ്പം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. ഈ ഭൂമിയിലെ നമ്മൾ ആത്മീയം എന്ന് കരുതാത്ത ഭൗതികമായ കാര്യത്തിലാണെങ്കിലും നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ പണി കിട്ടും. ഉറപ്പാണ്, അത് പ്രശ്നമാണ്. കാരണം നമ്മുടെ ഉത്തരവാദിത്തം ഇവിടെ കൊണ്ട് തീരില്ല. നമ്മൾ ഇവിടെ വിശ്വസ്തരായിരിക്കണം, ഇനിയും വരാൻ പോകുന്ന സ്ഥലത്തും വിശ്വസ്തരായിരിക്കണം, അവിടെയും ടാസ്ക് കിട്ടും. ഇനി ചെയ്തില്ലെങ്കിലോ നമ്മളെ പിടിച്ച് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ കൊണ്ട് തള്ളി കളയുകയും ചെയ്യും. അതാണ് അവസ്ഥ. അപ്പൊ ഇതൊന്നും തമാശയല്ല, ഭയങ്കര സീരിയസ് ആണ്. ഇതൊക്കെ നമ്മൾ വചനം അറിയില്ലാത്തതുകൊണ്ടോ വചനം ശരിക്കും പഠിപ്പിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് സാത്താൻ ഇങ്ങനെ കുരുടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടോ ഇതിനൊന്നും ഇമ്പോർട്ടൻസ് തോന്നാത്തത്. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ അൾട്ടിമേറ്റ്, അതായത് നിത്യരാജ്യത്തിന്റെ കാര്യം തന്നെ പറയുന്നത്. അതായത് ബൈ കൺസിഡറിങ് എവരിത്തിങ്, യേശു പറയാ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോണ്ട, നിങ്ങൾക്കൊരു പ്ലേസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെ ആവും? അപ്പൊ നമ്മൾ അങ്ങോട്ട് ആയിട്ടില്ല. അത് അങ്ങനെ ആവുന്ന രീതി, അതിന്റെ പ്രാക്ടിക്കൽ രീതിയിലാണ് പറയുന്നത്. അതിന് ശേഷമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾക്കിവിടെ കാണുന്നത്. 4-ാം വാക്യം മുതൽ താഴോട്ട്. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവെ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആ വാക്യം ഒന്ന് ശരിക്കും വായിച്ചാൽ അതിനകത്ത് ചില സാധാരണ നമ്മുടെ കോമൺ സെൻസിന് നിരക്കാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ തോമസ് ചോദിക്കുക, നീ എവിടെ പോകുന്നു? വഴി ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ യേശു പറയാ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു മീനിങ്? എങ്ങനെ അത് മനസ്സിലാവും? അതായത് ഇന്ന സ്ഥലത്തോട്ടുള്ള വഴി അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്തെടുക്കണം, അതിനപ്പോൾ യേശു പറയുക ഞാനാ വഴി. എന്താണ് അതിൻ്റെ അർത്ഥം? അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ ഇതേ സെയിം കാര്യം മോശയുമായിട്ടുള്ള കോൺവെർസേഷനിൽ ദൈവം പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം നമുക്ക് എടുക്കാം. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതേ കാര്യം തന്നെ നമുക്ക് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അത് പറഞ്ഞുതരാം എങ്ങനെയാണ്. പുറപ്പാട് പുസ്തകം 33-ന്റെ 12 മുതൽ താഴോട്ട്. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ
ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാൻ ഇടയാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. ശരിക്കും പറഞ്ഞാൽ മോശയുടെ മുമ്പിൽ ഭയങ്കര ടാസ്കാ ഉള്ളത്. ഈ പറഞ്ഞ ഇസ്രായേൽ മക്കളെ ഈ മരുഭൂമിയിലൂടെ നടത്തി വാഗ്ദത്ത ദേശത്ത് എത്തിക്കണം. വലിയ ടാസ്കാണ്. ഇത്ര ആൾക്കാരുണ്ട്. ഭയങ്കര ടാസ്കാണ്. ശരിക്കും പറഞ്ഞാൽ മോശ ജെന്യൂനായിട്ട് ചോദിച്ചേ, എനിക്ക് ആ ഒന്ന് കാര്യം ഒന്ന് പറഞ്ഞു തരുമോ? എങ്ങനെ ഞാനിത് ചെയ്യുക? ഇത് ഇത്ര വലിയ ടാസ്ക് അല്ലേ? അതിന് എന്താണ് ദൈവത്തിന് ഉത്തരം? അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ശരിക്കും പറഞ്ഞാൽ യേശുവും പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞേ? ഞാനാ വഴി. ഇവിടെ എന്താ പറയുന്നത്? വഴിയല്ല പറയണേ, പകരം എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്, നമ്മളൊക്കെ എപ്പോഴും, അതായത് നമ്മൾ ചില കാര്യങ്ങൾ ടാസ്ക് ഒക്കെ ഏൽപ്പിച്ചാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ, അത് എങ്ങനെ ചെയ്യും. പക്ഷെ ഇവിടെ ദൈവം പറയണ നോക്കിയേ, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുന്നു. ഇത്രയും വലിയ ടാസ്ക് മുന്നിൽ വെച്ചിട്ട് ദൈവം രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഞാൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥതയും നൽകും. അതായത് നമുക്ക് ടെൻഷനോട് അടിക്കേണ്ട ആവശ്യമില്ല, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഇത് ശരിക്കും നമ്മുടെ ഉള്ളിലോട്ട് എടുക്കണം. അതായത് ഇവിടെ നമ്മൾ പറയുന്ന ഈ അല്ലെങ്കിൽ ഈ വചനം വളരെ, അതിൻ്റെ പ്രാക്ടിക്കൽ കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പാസ്റ്ററും കൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം വരെ പോകാമെന്ന് വെച്ചോ. എനിക്ക് വഴി അറിയില്ല, ഞാൻ വണ്ടി ഓടിക്കുക. ഓക്കെ. അപ്പോൾ എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ ഞാൻ പാസ്റ്റർക്ക് അറിയാം എൻ്റെ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ പോണ വഴി അറിയാം. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിക്കുക, പാസ്റ്റർ എനിക്ക് ഇന്ന സ്ഥലം വരെ വേണം, പാസ്റ്റർ വഴി ഒന്ന് പറഞ്ഞു തരുമോ? അപ്പം പാസ്റ്റർക്ക് എന്താ ഓപ്ഷൻ? പാസ്റ്റർ പറയും, അതെ, ഇന്ന വഴി പോയി, ഇന്ന സ്ഥലത്ത് പോയി, അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ്, ഇടത്തോട്ട് തിരിഞ്ഞ്, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ പോയി കഴിയുമ്പോൾ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഒക്കെ ആ ഫുൾ ഇൻസ്ട്രക്ഷൻ എനിക്ക് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ആ ഇൻസ്ട്രക്ഷനെ മാത്രം കേട്ടോണ്ട് എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ഒരു പക്ഷേ എത്തുമായിരിക്കും, അല്ലെങ്കിൽ എത്തില്ലായിരിക്കും, എന്തിലാട്ടെ. പക്ഷേ സപ്പോസ് പാസ്റ്റർ ഇങ്ങനെ പറയാ, സോനു ഡോണ്ട് വറി, ഞാൻ നിന്റെ കൂടെ വരാം, ഞാൻ വരാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ ആ സമയത്ത് ഒരു ആശ്വാസം, ഓ രക്ഷപ്പെട്ടു. ശരിയല്ലേ? ഇതല്ലേ ശരിക്കും പറഞ്ഞ ദൈവം പറഞ്ഞേ? ഇതല്ലേ നമ്മളോട് ദൈവം പറഞ്ഞേ? യെസ്, ഞാൻ വരാം, ഐ ആം വിത്ത് യു. ഹല്ലേലൂയ. പ്രിയമകളെ, ഇതാണ് ദൈവം നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മൊത്തം ദൈവത്തിൽ നിന്ന് പോലും നമ്മൾ മൊത്തം കേട്ട് നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുന്നതിനും അപ്പുറമായിട്ട്, ഞാൻ കൂടെ വരാം, വല്ല ടെൻഷനുണ്ടോ? ഹല്ലേലൂയ. ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ശ്രദ്ധിക്കണേ, ഇപ്പം ഞങ്ങൾ എന്നിട്ട് ഒരുമിച്ച് പോവാന്ന് ഓർത്തോ, ഡ്രൈവ് ചെയ്ത്. അപ്പോൾ ഓരോ ജംഗ്ഷൻ, ഓരോ സംഭവം വരുമ്പോൾ, യെസ്, ഇപ്പം ഞാൻ ഓരോ സാധനം വരുമ്പോൾ, ഓരോ ടേൺ വരുമ്പോൾ ചോദിക്കും, പാസ്റ്റർ ഇവിടുന്ന് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? പാസ്റ്റർ പറയും, ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും. അത് മനുഷ്യനായതുകൊണ്ട്, അല്ലെങ്കിൽ പാസ്റ്റർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മനുഷ്യനായതുകൊണ്ടാണ്. ദൈവമാണെങ്കിൽ ഓരോ എൻ്റെ പോയിന്റിലും അവൻ പറഞ്ഞിരിക്കും. ഒറ്റ കേസ് നമ്മൾ കേട്ടോണം, ആടിനെ പോലെ കേട്ടോണം. യെസ്, ഹല്ലേലൂയ, ഹി സെഡ് ഫോളോ മീ. കേട്ടോണം, ശ്രദ്ധിച്ചിരുന്നോണം, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ, ഓ ജീസസ്, അതാണ് ക്രിസ്ത്യൻ ലൈഫ്. ഹല്ലേലൂയ. നമ്മളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 40-ാം വാക്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നൽകണമെന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. അവനെ ഞാൻ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആമേൻ. ഈ പറഞ്ഞ ഈ ആശയം ഒരുമിച്ച് എടുത്തിട്ടൊന്ന് നോക്കിയേ. ഹല്ലേലൂയ. നമ്മൾ ഒരു ആടിനെ പോലെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റ് തൊട്ടിപ്പുറം ഇരിക്കുന്ന ആളെ ഒന്ന് നോക്കാൻ, അയാൾ പറയുന്ന ഒന്ന് കേൾക്കാൻ ഞാൻ തയ്യാറാവുമോ?
നമ്മുടെ വഴി തെറ്റുമോ? തെറ്റില്ല. ദൈവം ഇത്രേ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. പുത്രനെ നോക്കിക്കൊണ്ട് ജീസസ് ഹല്ലേലൂയ. ഇത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ ആ പോണ വഴിയിൽ പാസ്റ്റർ പറയാ, "സോനു ദേ ഇടത്തോട്ട് തിരിയേ, അല്ലെങ്കിൽ വലത്തോട്ട് തിരിയേ." അപ്പം ഞാനിങ്ങനെ പറയാ, അങ്ങനെയല്ല പാസ്റ്ററെ. പാസ്റ്റർ വലത്തോട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശ്വാസം ഇടത്തോട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇടത്തോട്ട് പോയാൽ ശരിയാവുമോ? ഐ ഷുഡ് ബിലീവ് ഹൂ ഈസ് വിത്ത് മീ. എൻ്റെ കൂടെ ഇരിക്കുന്നവനെ വിശ്വസിക്കണം. അതല്ലേ ഞാൻ പറയണേ, പുത്രനെ നോക്കിക്കൊണ്ട് അവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ നൽകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇതിൻ്റെ അടുത്ത പോർഷൻ, കാരണം ഇത് കഴിഞ്ഞിട്ടില്ല, നമ്മൾ 8-ാം അധ്യായത്തിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും 7-ാം അധ്യായത്തിലെ പ്രോഗ്രസ്സിലാണ്. ഈ ഒരു ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. 8-ാം അധ്യായത്തിൽ എത്തിയിട്ടില്ല. 8-ാം അധ്യായത്തിൽ എത്തണമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ആത്മാവിനാൽ യഥാർത്ഥമായി ഡ്രൈവ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മളിൽ ഏക്കാത്ത രീതിയിൽ, അതിനകത്തൊരു ഫീലിംഗ് പോലും ഇല്ലാത്ത രീതിയിൽ മാറാൻ പറ്റും. അതിൻ്റെ പകുതി പോർഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആശയം ശരിക്കും പെർസീവ് ചെയ്യണേ, ചെറുതായിട്ടല്ല, ഭയങ്കരമായിട്ട്. ഹല്ലേലൂയ. നമ്മുടെ മുഴുവൻ വഴി, ഒരു വഴി മൊത്തം ഇൻസ്ട്രക്ഷൻ കേട്ടിട്ട് അത് ചെയ്യാനല്ല, പകരം അവൻ പറഞ്ഞ ഞാൻ വരാൻ കൂടെ, ഞാൻ കൂടെയുണ്ട്, ഐ ആം വിത്ത് യു ഓൾവേസ്. ഹല്ലേലൂയ. പ്രിയ മകളെ, പലപ്പോഴും നമ്മുടെ ഈ ജീവിതയാത്രയിൽ അവനെ കൂട്ടുപിടിക്കാത്തതോ, ഒരുപക്ഷെ അവനെ നോക്കാത്തതോ. ആ പത്രോസിന് എന്താ പറ്റിയേ? പത്രോസ് ആ നോട്ടം മാറിപ്പോയപ്പോൾ അവൻ താണുപോയി. ശ്രദ്ധിക്കണേ, പത്രോസ് ആ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ പത്രോസിന് വിശ്വാസമുണ്ട്. യെസ്, എൻ്റെ യേശു പറഞ്ഞിട്ടാ ഞാൻ വെള്ളത്തിൽ കൂടെ നടക്കും, ഞാൻ താണു പോകത്തില്ല, ഞാൻ അവനെ നോക്കി നടക്കുന്നു. പക്ഷെ ഈ വിശ്വാസവും പോയി, അവൻ്റെ നോട്ടവും പോയപ്പോൾ അവൻ താണുപോയി. ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം സംഭവിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇത് ശരിക്കും പെർസീവ് ചെയ്യണേ. പരിശുദ്ധാത്മാവ് അങ്ങനെ ശക്തമായി ഇടപെടുന്നു. ഹീസ് വിത്ത് മീ. അവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രോവർബില് സദൃശവാക്യങ്ങൾ അങ്ങനെയാണ്. അവൻ്റെ ശബ്ദം ഉണ്ട്, ശബ്ദം കേൾക്കാം നമുക്ക്. അല്ലേ, ഒരു ആടിനെ പോലെ അവൻ പറയുന്നത് കേട്ട്. ഒരു ആടിനെ പോലെ, യെസ്, ഇടയൻ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നേ, യെസ്, അവൻ ഇടയൻ എൻ്റെ തീറ്റ നൽകും, എനിക്ക് എന്താവശ്യമുണ്ട് അവൻ നൽകും. ഹല്ലേലൂയ എന്നുള്ള വിശ്വാസത്തോടെ യെസ് ആമേൻ നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ യെസ് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. യെസ്, ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാണ്.